ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്, തറക്തു ഫീകും അംറൈനി ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ. ഞാൻ നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങൾ, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ലൻ തളില്ലൂ, നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല, നിങ്ങൾ ശരിയായ മാർഗത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 23 വർഷക്കാലം കൊണ്ട് അവതരിപ്പിച്ച വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിച്ചു ജീവിക്കുകയാണെങ്കിൽ, അത് പാരായണം ചെയ്യുകയും അതിലെ ആശയങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ, അവിടുത്തെ ജീവിതത്തെ പുനർവായിക്കേണ്ട മഹത്തായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ തിരുനബിക്ക് അവതരിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ഹിറാ ഗുഹയിൽ ഏകാന്തനായി അല്ലാഹുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗഹ്വന്തരത്തിന്റെ അകത്തളത്തിൽ കടന്നു വരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആൻ വായിക്കുവാൻ, പാരായണം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയചകിതനായി ഹിറാ ഗുഹയിൽ നിന്നും ഇറങ്ങി തന്റെ പ്രിയ പത്നിയുടെ അരികിലേക്കെത്തിയ വർത്തമാനങ്ങളും ചരിത്രങ്ങളും നമുക്ക് സുപരിചിതമാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഭാര്യ സമാധാനിപ്പിക്കുകയാണ്. വിശ്വാസിനികൾക്കുള്ള മാതൃകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഏതെല്ലാം പ്രയാസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കണം. ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തിന്റെ മേൽ ഭയപ്പെട്ടുകൊണ്ട് തനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഭയം തന്റെ പ്രിയപത്നിയായ ഖദീജ ബീവിയോട് ആവലാതി ബോധിപ്പിക്കുന്ന അവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഖദീജ ഉമ്മ. ഓ നബിയേ, ഇന്നക ലതസിലുർ റഹിമ, തങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. ഇങ്ങനെ തുടങ്ങി അങ്ങ് സത്യം പറയുന്നയാളാണ്, അങ്ങ് പാവങ്ങളുടെ അത്താണിയാണ്, ഇല്ലാത്തവന് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. ഇങ്ങനെ തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഗുണവിശേഷണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഖദീജ ഉമ്മ പറയുകയാണ്, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഇത്തരത്തിലുള്ള സൽസ്വഭാവങ്ങൾ മുഴുവനും സമ്മേളിച്ച പ്രഭുവേ, അങ്ങയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ ഒരിക്കലും നിന്ദിക്കുകയില്ല, നിസ്സാരപ്പെടുത്തുകയില്ല. അങ്ങയുടെ ഹബീബിന്റെ ഓരോ ഗുണവിശേഷണങ്ങളും എടുത്തു പറഞ്ഞു. എന്നിട്ട് പറയുന്നത്, അങ്ങേ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യതയിൽ അകപ്പെടുത്തുകയില്ല. ആധുനിക എഴുത്തുകാരനായ അഹ്മദ് ഫക്കീർ തന്റെ ഖബസും മിനൽ ഖലാഖിൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, സൽസ്വഭാവമുള്ളയാളെ സംബന്ധിച്ചിടത്തോളം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ സൽസ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിന്ദിക്കുകയില്ല, ഒരിക്കലും മോശമാക്കുകയില്ല, അല്ലാഹു ദുനിയാവിൽ നിന്ദ്യത വരുത്തുകയില്ല എന്ന ഈ ചരിത്രം ഇതിന് തെളിവായിട്ട് മഹാനവറുകൾ അവരുടെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഖദീജ ഉമ്മ. പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഹബീബിനെ മഹബൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രണയിച്ച് ഇഷ്ടം വെച്ച് അനുരാഗത്തിന്റെ, ഇഷ്ടത്തിന്റെ സ്നേഹ നിവേദ്യങ്ങൾ കൈമാറിയതാണ് അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ.
ആ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ലെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊന്നെന്താണ്? വസുന്നത നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ലെന്ന് മുത്തൊളി ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു.